അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ എക്സാമിനെ കുറിച്ചാണ്. നമുക്ക് 2 കോളേജിൻ്റെ എക്സാംസ് ആണ് നമുക്കുള്ളത്. ABRSM അല്ലെങ്കിൽ ട്രിനിറ്റി കോളേജ്. ഈ 2 കോളേജിൻ്റെ എക്സാമാണ് നമുക്കിപ്പം നിലവിൽ കേരളത്തിലും വേറെ രാജ്യങ്ങളിലും ഉള്ളത്. ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ അവരുടെ സ്വന്തമായിട്ടുള്ള സിലബസ് അവിടെയുണ്ട്. പക്ഷേ കേരളത്തിലും അതുപോലെ ഗൾഫ്, മിഡിൽ ഈസ്റ്റിലെല്ലാം ഓൾമോസ്റ്റ് ട്രിനിറ്റി ആൻഡ് ABRSM ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ഇതിന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്, എങ്ങനെയാണ് എക്സാം ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം നമുക്ക് ABRSMൻ്റെ എക്സാം ചെയ്യാനായിട്ടുള്ളൊരു വേ എന്ന് പറഞ്ഞാൽ, ABRSMൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ എക്സാം ചെയ്യാം, അല്ലെങ്കിൽ സെൻറ്ററിലുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നാട്ടിലാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ നാട്ടിൽ എറണാകുളത്ത് അല്ലെങ്കിൽ കോട്ടയത്ത് നമുക്ക് ഈ എക്സാംസ് ചെയ്യാനായിട്ടുള്ള സെൻറ്ററുകളുണ്ട്. ഇപ്പം കോട്ടയത്താണെങ്കിൽ നമുക്ക് ഹാർപ്പൻ ലെയർ മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയത്ത് തന്നെ ഉള്ളൊരു മ്യൂസിക് സ്കൂളുണ്ട്. അവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അശ്വിൻ സാറിൻ്റെ കോളേജാണ്, സ്കൂളാണ്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റാണ് ഹാർപ്പൻ ലെയർ. അതുപോലെ തന്നെ നമുക്ക് ഈ രജിസ്റ്റർ ചെയ്യാനുള്ള ഓൺലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ നല്ല വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം ഈ എക്സാമിന് വേണ്ടി. ABRSM എന്താണെന്ന് വെച്ചാൽ, ABRSM എന്ന് പറഞ്ഞാൽ അസോസിയേറ്റഡ് ബോർഡ് ഓഫ് റോയൽ സ്കൂൾ ഓഫ് മ്യൂസിക് ലണ്ടൻ. അപ്പം ഈ റോയൽ സ്കൂൾ ഓഫ് മ്യൂസിക് ലണ്ടൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജാണ്. അപ്പം ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആണ് അവരുടെ എക്സാം. വളരെ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ചുമ്മാ പോയി എക്സാം ചെയ്യാൻ പറ്റില്ല. സോ നല്ലോണം നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർഡ് ആകണം. അതുപോലെ തന്നെ ഈ ട്രിനിറ്റിയും കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്, ബട്ട് അവർ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, അപ്പം ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ അണ്ടർ ഗവൺമെൻറ്റിലുള്ളൊരു കോളേജാണ്. സോ അത് കുറച്ച് ഫ്ലെക്സിബിളാണ്. അതിൻ്റെ മാർക്കിലും അതിൻ്റെ എക്സാമിൻ്റെ രീതിയിലും കുറച്ച് ചെറിയൊരു ചേഞ്ചസ് രണ്ടിലുണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഇതൊരു ചാരിറ്റിയാണ്, ഈ റോയൽ സ്കൂൾ ഓഫ് മ്യൂസിക് ലണ്ടനും ഈ ട്രിനിറ്റിയും. അതെന്തിനാണെന്ന് വെച്ചാൽ, പ്രായമായ മ്യൂസീഷ്യൻസ് ഉണ്ട് ലണ്ടനിൽ. അതായത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫസറുകളെ പോലെയുള്ള, അതായത് പ്രൊഫസേഴ്സ് ആയിട്ടുള്ള മ്യൂസീഷ്യൻ, ദാറ്റ് മീൻ റിട്ടയർമെൻറ്റ് ലൈഫിലായിരിക്കുന്ന മ്യൂസീഷ്യൻസ് നല്ല പ്രായമായിട്ടുള്ളവരുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരാണ് എക്സാമിനറായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്ക് വരും നല്ല എക്സാമിനേഴ്സായിട്ട് വരുന്നത്. നല്ലോണം അവർക്കുള്ളൊരു ഇയർലി ഉള്ളൊരു എന്താ പറയുക, അവരുടെ ഒരു ഏണിങ്സ് ആണ് ഈ എക്സാമിലൂടെ അവർക്ക് കിട്ടുന്നത്. അപ്പം ഗവൺമെൻറ് അവർക്ക് കൊടുക്കുന്നതാണ് ഈ ഇതിനകത്ത് കിട്ടുന്ന ഫീസും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ABRSM ആണ്. ഇത് ABRSM ഗ്രേഡ് എക്സാം ബുക്കാണ്. ഇത് വെച്ചാണ് നമ്മൾ ABRSMൻ്റെ എക്സാം ചെയ്യേണ്ടത്. ട്രിനിറ്റിയുടെ എൻ്റെ കയ്യിലില്ല, ഞാൻ ട്രിനിറ്റി ഫോളോ ചെയ്യും. പക്ഷേ ഞാൻ 2010 ഞാൻ എക്സാം ABRSM ട്രിനിറ്റിയുടെ 6 ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബുക്കാണുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓഫ്ലൈനാണ് ചെയ്യുന്നതെങ്കിൽ, ഡയറക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ചെയ്യാനുള്ളൊരു വേ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു സ്ഥലത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്റ്റർ ചെയ്യണം. ഇതിൻ്റെ സെൻറ്ററുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവർ ഒരു ട്രെയിനിങ് പീരീഡ് തരും. ചിലപ്പോൾ ഒരു 20 അല്ലെങ്കിൽ ഒരു 10 ക്ലാസ്സസ് തരും. നമ്മൾ വിത്ത് പിയാനോ നമ്മൾ അക്കമ്പനിസ്റ്റ് ഉണ്ടാകും. അവരുടെ കൂടെ ഇരുന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈ സിലബസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഞാൻ എൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ലിസ്റ്റ് A, ലിസ്റ്റ് B, ലിസ്റ്റ് C കണ്ടില്ലേ? ഈ 3 ലിസ്റ്റുകളുണ്ട്. ഈ 3 ലിസ്റ്റിൽ നമുക്ക് കാണുന്ന 1, 2, 3 എന്ന് പറഞ്ഞൊരു 3 പീസസ് ഉണ്ട്. അതുപോലെ താഴത്തെ Bയിലുണ്ട്, Cയിലുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് എക്സാം ചെയ്യുന്നവരാണെങ്കിൽ ഈ ഫസ്റ്റ് ലിസ്റ്റിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലെസൺ ചൂസ് ചെയ്യാം. അതുപോലെ സെക്കൻഡിൽ നിന്നും തേർഡിൽ നിന്നും ചൂസ് ചെയ്യണം. അപ്പോൾ ഈ ചൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത് നിന്നാണ് നിങ്ങൾ പ്ലേ ചെയ്യേണ്ടത്. അത് വിത്ത് പിയാനോ കൊടുത്ത് നമ്മൾ പ്ലേ ചെയ്യണം. പിയാനിസ്റ്റ് ഉണ്ടാവും. ആ പീസ് വായിക്കുന്ന വരെ നമ്മളോട് പിയാനിസ്റ്റ് ഉണ്ടാവും. ആ 3 പീസും നമ്മൾ പിയാനോ അക്കമ്പനിയോട് കൊടുത്ത് അവർക്കും പഠിക്കാനുള്ള സിലബസ് ഉണ്ട്. ഇതിൻ്റെ പിയാനോ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ലെസൻ്റെ എക്സാമ്പിൾ ഒരു ലെസൺ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ലെസൺ എടുക്കുകയാണെങ്കിൽ ഈ ലെസന് അക്കമ്പനി പാർട്ട് പിയാനോടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളോട് വായിക്കും. അത് നിങ്ങൾ വായിക്കുന്നിടത്ത് ടൈം പറഞ്ഞ് വായിക്കുന്നത്. അപ്പം നമുക്ക് 1, 2, 3, 4 ഒന്നും ടൈമിങ് അവിടെ ഇല്ല. നമ്മൾ ജസ്റ്റ് ഐ കോൺടാക്റ്റിലൂടെയാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പം പിയാനിസ്റ്റ് നമ്മൾ കൂടെ ഒരു ഐ കോൺടാക്ട് ഉണ്ടാകും, ഇങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ 1, 2, 3, 4 ലൗഡ്ലി പറയാനായിട്ട് അലോഡല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്റ്റ് എക്സാം. അപ്പം നോർമലി നമുക്ക് വരുമ്പം നമുക്ക് ഇപ്പം ലൈവ് എക്സാം ആണെങ്കിൽ ട്രിനിറ്റിയുടെ 2ൻ്റെയും കൂടെ കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ എക്സാമിന് നമ്മൾ ഫസ്റ്റ് 3 പീസസ് വായിച്ചു കഴിഞ്ഞു. നമ്മുടെ പിയാനിസ്റ്റ് നമ്മുടെ എക്സാം റൂമിൽ നിന്ന് പോകും.
നമ്മളും എക്സാമിനർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് ഇങ്ങനെയുള്ള സെക്ഷനാണ് സ്കെയിൽസ് ആൻഡ് ആർപിജിയോസ്. ഇത് ഇവർ ഇറക്കിയിരിക്കുന്ന വേറൊരു ബുക്കാണ്. അപ്പം സ്കെയിൽസ് ആൻഡ് ആർപിജിയോസ്. അപ്പം ഈ സ്കെയിൽസ് ആൻഡ് ആർപിജിയോസിൽ നമുക്ക് കുറച്ച് സ്കെയിൽസ് ഇവർ തന്നിട്ടുണ്ടോ, ലൈക്ക് ഡി മേജർ, എ മേജർ, ഇ മൈനർ ആൻഡ് ജി മേജർ. ഈ 4 സ്കെയിൽ നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബൈഹാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും 1 or 2 ചിലപ്പം എല്ലാം ചോദിക്കുക അവർ. ബൈഹാർട്ട് മെമ്മറിയിൽ നിന്ന് വായിക്കണം. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സെക്ഷൻ. ഓക്കെ, ഇതിൻ്റെ അകത്ത് 2 പാറ്റേൺസ് ഉണ്ട്. ഒന്ന് ലോങ് ടോണിക് ആൻഡ് ഈവൻ നോട്ട്സ്. ഈവൻ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്സെൻ്റ് ആയി. ലോങ് നോട്ട് ഇങ്ങനെ ഈ ഒരു ആക്സെന്റ് മനസ്സിലായോ? അപ്പം ലോങ് ടോണിക്കിൻ്റെ അകത്ത് നമുക്ക് അവർ പറഞ്ഞിരിക്കുന്നത് സെപ്പറേറ്റ് ആൻഡ് സ്ലേർട്ട്. ഈ ഒരു പാറ്റേണിൽ നമ്മൾ വായിക്കണം. അത് ചിലപ്പം ഡി മേജർ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഡി മേജർ ചിലപ്പോൾ സ്ലറും ചോദിക്കാം, ചിലപ്പോൾ സെപ്പറേറ്റും ചോദിക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സെറ്റായിരിക്കണം. ഓക്കെ, അതുപോലെ ഈവൻ നോട്ട്സും ഇതും ഒരു എക്സാമിൻ്റെ ഒരു സംഭവമാണ്. ഇത് ബൈഹാർട്ട് ചെയ്യുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സൈറ്റ് റീഡിങ്. സൈറ്റ് റീഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ക്വിക്ക് ഒരു ലെസൺ അവർ നമുക്ക് തരും. ഒരു 1 ലൈൻ, നമ്മുടെ ലെവൽ ഡിപ്പെൻസ് ആയിരിക്കും അവർ തരുന്നത്. ഒരു 1 ലൈൻ 2 ലൈൻസ് അത് നമ്മൾ വിത്തിൻ 30 സെക്കൻഡ് കൊണ്ട് 30 സെക്കൻഡ് കൊണ്ട് നമ്മൾ പഠിച്ച് ചെയ്യണം. അവിടെ നമ്മൾ അത് വായിക്കുക. എൻ്റെ ഡൈനാമിക്സ്, പിന്നെ എൻ്റെ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വോളിയം, പിന്നെ എൻ്റെ സ്പീഡ്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് വായിക്കണം. അത് 30 സെക്കൻഡ് കൊണ്ട് വായിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് നമ്മുടെ ഓറൽ ടെസ്റ്റ് എന്ന് പറയും. ഓറൽ ടെസ്റ്റ് ദാറ്റ് മീൻസ് അവർ കീബോർഡിൽ ഒരു പീസ് വായിച്ചിട്ട് നമ്മളോട് പറയും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ എവിടെയാണ് ഇൻ മിഡിലിൽ, ഇപ്പം മിഡിലിൽ എന്താണ് സംഭവിച്ചത്, ആ പീസിൻ്റെ എൻഡിൽ എന്താണ് സംഭവിച്ചത്, ചിലപ്പോൾ എൻഡിൽ ലൗഡാണോ സോഫ്റ്റാണോ വായിച്ച് നിർത്തിയെന്നൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള കുറച്ച് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓഫ്ലൈൻ എക്സാം ചെയ്യുമ്പോൾ. ഓൺലൈൻ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഇപ്പം റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ് ഓൺലൈൻ, കോവിഡിന് ശേഷം. അപ്പം ഓൺലൈൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്കിൻ്റെ അകത്തുനിന്ന് ഒരു 3 പീസിന് പകരം 4 പീസസ് നമ്മൾ പ്ലേ ചെയ്യണം. 4 പീസസ് നമ്മൾ വായിച്ച് ഇടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം 4 പീസസ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പം എ, ബി, സി എന്നൊരു സെക്ഷൻ്റെ അകത്തുനിന്ന് 3 സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഓർമ്മ കൂടെ സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓൺലൈൻ നമ്മൾ തന്നെ രജിസ്റ്റർ ചെയ്യണം. ABRSMൻ്റെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നമ്മളെ ഡീറ്റെയിൽ എല്ലാം കൊടുക്കുക. നമ്മൾ വായിക്കുന്ന പീസസ് ഒക്കെ ഏതാക്കുന്ന എല്ലാം കൊടുക്കണം. അത് നമ്മുടെ പേയ്മെൻറ്റ് കഴിയുമ്പോൾ നമുക്ക് ഡെഡ് ലൈൻ വരും. ആ ഡെഡ് ലൈൻ വരുന്നതിന് മുന്നേ നമ്മളത് അയച്ചു കൊടുക്കണം അവരുടെ സൈറ്റിലേക്ക് തന്നെ. അവർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പം 720 പിക്സലാണ് ക്യാമറ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ക്യാമറ സെറ്റ് ചെയ്യേണ്ടതെല്ലാം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഒറിജിനൽ ബുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോട്ടോ കോപ്പി നോട്ട് അലൗഡ്. ഓക്കെ, ഫോട്ടോ കോപ്പി ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ നമ്മൾ ഒറിജിനൽ ബുക്ക് വെച്ചിട്ട് ബുക്ക് കാണാവുന്ന രീതി വെച്ചാണ് നമ്മളിത് സ്റ്റാൻഡൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് വായിക്കാൻ. അപ്പം ഇത്തരം കാര്യം മറക്കരുത്. അപ്പം ഇത് ചെയ്തുകൊണ്ട് എന്ത് ഗുണം എന്ന് ചിലവർ ചോദിക്കാറുണ്ട്. എക്സാമൊക്കെ ചെയ്തുകൊണ്ട് എന്താ ഗുണമെന്ന് സാറേ എന്ന് ചോദിക്കാറുണ്ട്. എക്സാം ചെയ്തുകൊണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ സർട്ടിഫൈഡ് ആവാണ്. ഗ്രേഡ് 1, 2, 3, 4, 5, 6, 7, 8 ആൻഡ് ഡിപ്ലോമയുണ്ട്. അപ്പം നമ്മൾ ഇനിഷ്യൽ സ്റ്റേജ് ചെയ്യുന്നവരൊക്കെ ഗ്രേഡ് 1 ഒന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് നല്ല സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഗ്രേഡ് 2 ചെയ്യാം, 3 ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 4 ചെയ്യാം. അല്ലെങ്കിൽ 5th നമുക്ക് ചെയ്യണമെങ്കിൽ ഗ്രേഡ് 5ൻ്റെ തിയറി എക്സാം നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യണം. ആ എക്സാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. അപ്പം പിന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലൊക്കെ നിങ്ങൾ വായിക്കാൻ പോകുന്ന സമയത്തൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. മിക്കവരും ചോദിക്കാറുണ്ട്. ഈവൻ ഞാൻ വരെ ജോലി ചെയ്യുന്നത് ഇവിടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ജോലി കിട്ടിയേക്കുന്നത്. ഈ സ്കൂൾ ഓഫ് മ്യൂസിക് ലണ്ടൻ്റെ സർട്ടിഫിക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ട്രെയിൻഡ് ആയിരിക്കണം, നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. ഡെയിലി ഒരു 1 hour പ്രാക്ടീസ് ചെയ്താൽ മാത്രം നമുക്ക് എക്സാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ആ സൈഡിലേക്ക് നോക്കണ്ട. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു കണ്ടൻറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു 10 മിനിറ്റ് അടുത്താകാറായി. അതുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെന്ന് കമൻറ്റ് ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ചോദിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാവുന്നൊക്കെ എല്ലാം ചെയ്തോ, പക്ഷേ എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
വാട്സപ്പ് ചെയ്യുക. ഓക്കെ, ബൈ.